എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, അതിമനോഹരമായ ഒരു വീഡിയോ ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണണം. നമുക്ക് കമൻറ്റുകളൊക്കെ ഇപ്പം കുറവാണ്. കമൻറ്റൊക്കെ ഇട്ടിട്ട് എല്ലാവരും കാണാൻ നോക്കണം. പിന്നെ നമുക്ക് നമ്മുടെ പട്ടിക്കുഞ്ഞിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വീഡിയോ ഉൾപ്പെടുത്തിയേക്കുന്നത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായിട്ട് കണ്ണൊക്കെ തുറന്ന് നടക്കാനൊക്കെ തുടങ്ങിയ ഒരു വീഡിയോ ആണ്. അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിലെ കുറേ വിശേഷങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ്. എല്ലാവരും പോയി കണ്ടിട്ട് പോയോ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെയുള്ള നെയ്യൊന്നും ഇതിനകത്ത് ഇടാനൊക്കെ നമ്മൾ ഉണങ്ങാനായിട്ട് ഇന്നും രാവിലെ പോയി കുറേ ഇറച്ചി എടുത്തുണ്ട്. ഒരു വെളിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരാൾ കുറേ ഓർഡർ തന്നെ. കുറച്ചേറെ വേണം, 5-8 കിലോ വേണം അത്. അപ്പോൾ അത് റെഡിയാക്കണം. 2 ദിവസമായിട്ട് ചെയ്യാമെന്ന് ഓർത്താം. കാരണം മങ്ങിയ വെയിലേ ഉള്ളൂ, നല്ല വെയിൽ വേണ്ടേ. നമ്മൾ കൂടുതൽ എടുത്തോണ്ട് വന്ന് വെയിലില്ലാതെ വന്നാൽ നമുക്ക് വലിയ പണിയാണ്. അതുകൊണ്ട് ഒരു 10-15 കിലോ എടുത്തോണ്ട് വന്നു. അത് ഉണങ്ങിയിട്ട് ബാക്കി പോയി എടുത്ത് ചെയ്യാന്ന് ഓർത്താം. ഇതിപ്പോൾ ഒരു 5 കിലോയ്ക്ക് ഓർഡർ ഉണ്ട്, ഒരു 3 കിലോയ്ക്ക് ഓർഡർ ഉണ്ട് ഉണക്കയ്ക്ക്. അപ്പോൾ 8 കിലോ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണല്ലോ 50 കിലോയ്ക്ക് അടുത്തെടുക്കണം. 40 കിലോ ഇറച്ചി വേണം. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഇറച്ചിയാണ് കേട്ടോ. ഞാനിപ്പം കളക്ട് ചെയ്യുന്ന ഇതൊക്കെ ഈ നെയ്യൊക്കെ എടുത്ത് കളയണം. ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മൾ കുറേ വേസ്റ്റ് പോകും. നമ്മളൊരു 12 കിലോ എടുത്താൽ ഒരു 2 കിലോയ്ക്ക് എടുത്താൽ അത് വെറുതെ കളയണം. പിന്നെ സാധാരണ ഉണങ്ങുന്നവരാണ് ഇതെല്ലാം കട്ട് ചെയ്ത് അങ്ങ് ഇടുകയേ ഉള്ളൂ. നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നെയ്യും ചവവും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇടിയിറച്ചിക്ക് ഇപ്പം നമ്മൾ കുറേ ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓർഡർ കിട്ടി, അതെല്ലാം തീർന്നു. നമ്മുടെ ഇപ്പോൾ 1 കിലോ അങ്ങാണ്ടേ ഉണങ്ങിയിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഓർഡർ കിട്ടുന്നുണ്ട്. അത്യാവശ്യക്കാർ വേണമെങ്കിൽ വിളിച്ചാൽ മതി. വിളിക്കുവോ യൂട്യൂബിൽ നമ്പർ കൊടുത്തേക്കാം, മെസ്സേജ് ഇടുകയോ ചെയ്താൽ മതി, അയച്ചു തരാം. എല്ലാ സാധനവും ഉണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇറച്ചി എല്ലാം ഉണ്ട്. അപ്പം നല്ല വെയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഉള്ള വെയിൽ കളയാതെ ഇത് അരിഞ്ഞ് വെയിൽ തരണം. ഇതാണ് ഇന്നത്തെ പരിപാടി. ഇതുകൊണ്ട് ഞാൻ അരിഞ്ഞ് കൂട്ടി വെച്ചേക്കുന്നതാണ്. ഈ രീതിയിൽ എടുക്കുക ചെയ്യുന്നത്. കാരണം അതിനകത്ത് ചവ്വോ വേസ്റ്റോ ഒന്നും വരാതെ ഒരു ഈ വലിപ്പത്തിൽ ഇതുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ കീറിയെടുക്കുക. എന്നാലേ നമുക്കത് ഉണങ്ങുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടുള്ളൂ. വേസ്റ്റൊന്നുമില്ലാതെ ഇങ്ങനെ എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കട്ടി കുറച്ചാണ് ഉണ്ടാക്കുന്നത്. എന്നാന്ന് വെച്ചാൽ വെയിൽ കുറവായതുകൊണ്ടേ കട്ടി ഒരുപാടാണെങ്കിൽ നമ്മൾ വാരി വെച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയ വളിപ്പ് മണമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വൈകിട്ട് അടുപ്പം പാകത്തിൻ്റെ അവിടെ തീ കത്തിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് കേടാകാതെ എടുക്കണം. ഈ വിലയല്ലേ, ഉണക്കിറച്ചിയൊക്കെ ഇപ്പോൾ 1 കിലോ മേടിക്കണം, നല്ല വിലയാവും. ഏപ്രിൽ 1 തുടങ്ങി ഇറച്ചിക്ക് വില കൂടി. ഇറച്ചിക്കടക്കാർ വില കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പീസാക്കണം. പീസാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റും ഒക്കെ എടുത്ത് കളഞ്ഞ് അങ്ങനെ വേണം. നല്ല ഫസ്റ്റ് ഇറച്ചി കേട്ടോ. അത് കണ്ടാൽ തന്നെ ഒരു 2 കഷ്ണം എടുത്ത് നല്ല തീക്കനലോട്ടിട്ട് ചുട്ട് കഴിക്കാൻ തോന്നുന്നു. കട്ട നെയ്യായിരുന്നു. സൈഡിൽ കട്ട നമ്മൾ ഉണങ്ങുമ്പോൾ അത് വേസ്റ്റായിട്ട് പോകും. അതിനെ നമ്മളിങ്ങനെ ചെത്തി തന്നെ കണ്ടിച്ച് മാറ്റി കളയണം. ഉണ്ടോ, കുറേ ഇറച്ചി നമുക്ക് നഷ്ടമുണ്ട്. ഇത്ര വേസ്റ്റ് ഇപ്പോൾ ഇത്ര ഇറച്ചി റെഡിയാക്കിയപ്പോൾ തന്നെ ഒരു 3/4 കിലോ വേസ്റ്റോളം പോയി. അതെ, കുറേ വേസ്റ്റ് പോകും. നമ്മൾ ഉണങ്ങുന്നത് നല്ല രീതിയിലേ ഉണങ്ങുള്ളൂ. നല്ല രീതിയിൽ ചെയ്താണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ വരഞ്ഞ് ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത്യാവശ്യക്കാരെല്ലാം വിളിക്കുക. അല്ലേ, വേണ്ടവരെല്ലാം നമുക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യണം. യൂട്യൂബിൽ നമ്പർ ഇട്ടേക്കാം. വെക്കാൻ തുടങ്ങിയല്ലേ. നമ്മളെങ്ങോട്ട് മാറി നിൽക്കുന്നു അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് നമ്മുടെ അടുത്തോട്ട് നടന്നു വരും. എല്ലാരും ഒന്നിച്ച് കുറയ്ക്കും കേട്ടോ. മിണ്ടാതിരിക്കത്തില്ല. കാണിച്ചു തരാം. അയ്യോ, പപ്പ അതിന്റെ ഇടയ്ക്കൂടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. വേണ്ടോ ഇരിക്കുന്നേ? പിന്നെ വായൊക്കെ പൊളിച്ചു കാണിക്കുന്നേ. ഏടാ, നിന്റെ നാക്കൊക്കെ ഞാൻ കണ്ടു.
കണ്ടോ അമ്മച്ചീന്ന് പറയുക. കൊച്ചിനുണ്ടോ പാല് വേണോ? ചുമ്മാ ഇരുന്ന് അങ്ങോട്ട് കാറുവാ കേട്ടോ. ഇവന്റെ കളറ് നല്ലോണം മാറി കേട്ടോ. അയ്യോടാ എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? എന്റെ ദൈവമേ. അവിടെ കുണ്ട കൊള്ളൂന്ന്. ഇത് ചൂടത്ത് കിടക്കുന്നുണ്ടോ അമ്മേ? ചൂടത്ത് കിടക്കുന്നുണ്ടോ? ഇതേ ഒറ്റക്ക് ഇരുന്ന് കാറുവാ. കുഞ്ഞേ കുഞ്ഞേ ക്യാമറയിലോട്ട് നോക്കുന്നുണ്ടോ അമ്മേ? ഇത് വേറെ എന്റെ കാലിന്റെ ഇടയ്ക്കൂടെ. ആ പപ്പ അങ്ങോട്ട് പോയല്ലേ? പപ്പാനെ അറിയാം. പപ്പാടെ കീഴിലോട്ട് ചെല്ലുന്നു. ഇതെന്നാ മേത്തുനിന്ന് പറക്കി കളയുന്നേ? അങ്ങോട്ട് ഓടിപ്പോയി ചെടിച്ചട്ടിയുടെ കീഴിലോട്ട് പോയിട്ട് കണ്ടോ? മീശയും താടി എല്ലാം മൊത്തം മണ്ണാ. അനങ്ങാതിരിച്ചു വേണം. അനങ്ങാടി ഇന്നോളൂ. അയ്യോടാ ചെവിയൊക്കെ കുഞ്ഞു പെവി. കുഞ്ഞു പവി കണ്ടോ? കയ്യില് നഖം കണ്ടോ അമ്മേ? ആ നഖമൊക്കെ വളർന്നു കൊണ്ടോ കുഞ്ഞു നഖം. ഇഷ്ടംപോലെ നഖമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ചൂടാ കൈയുടെ ചൂട്. കൈയുടെ ചൂട് കാരണം അനങ്ങാതിരിക്കുന്നു. ഇപ്പൊ നിനക്ക് കാറണ്ടേ? കണ്ടോ കാറൊന്നും ഇല്ലല്ലോ. അത് നീ എടുത്ത് പിടിച്ചേക്കുന്നുണ്ടോ കാറാത്ത? അനങ്ങാതിരിച്ചില്ലേ? കാറൊന്നുമില്ലേ? അവൻ പോസ് ചെയ്യുവാ, വീഡിയോക്ക് പോസ് ചെയ്യുവാ. ഇങ്ങോട്ട് നോക്കിച്ചേ, ഇങ്ങോട്ടൊന്ന് നോക്കിച്ചേ. ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഒരുത്തനതേ പോന്നു, പോന്നു. ആ കാലിന്റെ ഇടയ്ക്കൂടെ പോവല്ലേ? ഇങ്ങനെ ഇവിടെ ഇരുന്ന് കാർച്ച തന്നെയാ കേട്ടോ. ഭയങ്കരമായിട്ട് കാറുവാ. എന്നാ പ്രശ്നം? ഒരിടത്ത് നിക്കാൻ പറ്റില്ല. അന്നേരം ഇത് കീഴേ കൂടെ വരുന്നുണ്ടോ? ഇടാ 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 ഇടാ. എന്നാ പറ്റി, എന്നാ പറ്റി, എന്നാ പറ്റി? ശരിയാതെ അവിടെ പോയി ഒറ്റക്ക് ഇരിക്കുന്നല്ലേ? പപ്പ ഇപ്പൊ എല്ലാത്തിനും ഇവിടെ കൊണ്ടുവന്ന് വെച്ച അവനാണ്ട് ഇടയ്ക്ക്. എടാ ചെറുക്ക, എടാ ഇറങ്ങി വേടാ. പുറകിലത്തെ കാലങ്ങ് തെന്നിപ്പോയിട്ട് മറ്റേ സ്പൈഡർമാന്റെ കൂട്ടാ നടക്കുന്നത്. ഇതുണ്ടോ വാ വിളിച്ചു കാണിക്കുന്നുണ്ടോ? ഇവനെന്നാണ്ട് വാ പൊളിച്ചു കാണിക്കുന്ന അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ യുവന്മാർക്കൊക്കെ ഒരു ടോണിക്കുണ്ട്. അത് അതിന്റെ അമ്മയ്ക്ക് മേടിച്ചതാ, സേറയ്ക്ക് മേടിച്ചതാ. അത് കൂട്ടൊരു 3 തുള്ളി വീതം ഇവർക്കും കൊടുക്കാം. 3 തുള്ളി വീതം. ഇന്ന് ഫസ്റ്റില് നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. ഭക്ഷണം വേറെ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. പാലോ വേറെ പശു പാലോ ഒന്നും കൊടുക്കാൻ തുടങ്ങിയില്ല. അപ്പൊ അവര് അമ്മയുടെ പാല് തന്നെയാണ് കുടിക്കുന്നത്. എന്തായാലും ഒരു 2-3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പാലോ അല്ലെങ്കിൽ ബേബി ഫുഡ് ഉണ്ട് അല്ലേ? ബേബി ഫുഡ് ഉണ്ട്, സ്റ്റാർട്ടർ. അപ്പൊ അതൊക്കെ മേടിച്ച് നമുക്ക് കൊടുക്കാം. ഇപ്പൊ വേണ്ട, ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട്. ഡോക്ടർ പറഞ്ഞാലും 30 ദിവസം ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ടോണിക്ക് കൊടുക്കാം അല്ലെ? കൊടുക്കാം. അപ്പൊ ടോണിക്ക് കുടിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കും. അപ്പൊ അമ്മ വായിലേക്ക്. അയ്യോടാ അമ്മ അങ്ങനെ എടുക്ക. ഉറക്കം വരുന്നു, കയ്യിലെ ചൂട് പിടിച്ചിട്ട് കണ്ണടഞ്ഞിരിക്കുന്നു. കൊച്ചുറങ്ങുക. അമ്മ കൊടുക്ക്. പല്ല് വന്നമ്മേ. പല്ല് വന്നു. വിട്ട. അയ്യോ അങ്ങനെ വിട്ടാലേ ഒരു കാര്യമുണ്ട്, അറിയത്തില്ലാതെ പോവും. ആ ബാസ്ക്കറ്റിന്റെ അകത്തോട്ട് വിട്. ആ ബാസ്ക്കറ്റിന്റെ അകത്തോട്ട് വിട്. അല്ലേ അറിയത്തില്ലാതായി പോവും. ഇതേ അടുത്തവനെ പിടിക്കുന്നു.
മിരുമിരുപ്പാ. അങ്ങനെ പിടിക്കും അനങ്ങാതിരിക്കുന്ന. ആ അങ്ങനെ പിടിക്കുമ്പോ ഒരു സുഖമല്ലേ. എന്നാ മധുരമുണ്ട് കുടിച്ചോ. അയ്യോടാ. ആ പൊട്ടത്തല കണ്ടോ? അത് കണ്ടോ? മുട്ടത്തല. കളറൊക്കെ മാറാൻ തുടങ്ങി. ആ ചിലവന്മാരുടെ തലയില് പൂട കുറവാ. അത് കണ്ടോ? ഇങ്ങനെ മുട്ടിയിരിക്കുകയാണെങ്കിൽ അവരുടെ ബഹളവും വെച്ച് എല്ലാം കുറയും. ആ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിരിക്കുമ്പോഴത്തേക്ക് വലിയ കാർച്ചയൊന്നും ഉണ്ടോ? വിശന്നിട്ടൊന്നും അല്ല കാരണം അവർക്ക് അത് കൂട്ടമായിട്ടൊന്ന് ചൂടടിച്ച് ഇരിക്കണം. എപ്പോഴും ഒരുമിച്ചല്ലേ ഞാൻ ഇരിക്കുന്നേ. ഇവന് ഇച്ചിരി വില്ലനാണേ അവനെ. അതാ ചെറുക്കെന്ന് അവനാണോ ചെറുക്കെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അല്ലേ? അവനെ ഈ ചാടാനൊക്കെ നോക്കുന്നേ. അങ്ങനെ വെക്കുമ്പോ അങ്ങ് അനങ്ങാതിരിക്കും. കണ്ടോ? അങ്ങനെ ഇരുന്നോളും. ഓ രാജാവ്. നീ ആരാടെ? നീ എന്റെ അപ്പന്റെ പടി കയറി ഇരുന്നിട്ട് അവൻ രാജാവ് കിടക്കുന്നത്. ആ മുഖത്തൊക്കെ അങ്ങ് ശൗര്യവാ. കണ്ടാ അങ്ങനെ ഇരിക്കുവോ? അയ്യോടാ. അങ്ങനെയൊക്കെ എങ്ങനെ വേണേലും ഇരുത്താം. ഈ പ്രായത്തിൽ എങ്ങനെ വേണേലും ഇരുത്താം കേട്ടോ. ഇറക്കി വിട്ടേക്ക് എന്റെ പൊന്നെ. അത് കണ്ടോ? അത് സെറ്റപ്പ് ലുക്കാ. കൈ മാറ്റിക്ക്. അങ്ങനെ ഇരുന്നോളുവോ? ആ കണ്ടോ? ഇല്ല ഉറണ്ടൊന്നും പറ്റില്ല. എടാ ഭയങ്കര വലിഞ്ഞിറങ്ങും. കണ്ടോ? പിടിച്ചോ. വൈകിട്ട് ഞങ്ങൾ എന്നും ഇടയ്ക്ക് എല്ലാരും ഒരു ശരണേരം കൊഞ്ചിക്കും. നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഡ്രസ് അയച്ചിട്ട് മൂത്രമൊക്കെ പറ്റിയാലും കുഴപ്പമില്ല. അതെ. അപ്പൊ അല്ലാതെ പകലെങ്ങും അങ്ങനെ എടുത്തൊന്നും കൊഞ്ചിയിരുന്നു. അമ്മയുടെ കൂടെ തന്നെ കൂടുതലും. അതെ. ഒരു 3 മണിക്കൂർ ഇടവിട്ട് അവളെ കയറ്റുള്ളൂ. അവളെ ഇപ്പുറത്തെ കൂട്ടിലോട്ട് മാറ്റും. അവള് സ്വസ്ഥമായിട്ടൊക്കെ ഒന്ന് കിടന്നു. അല്ലെ എല്ലാരും കൂടിയിട്ട് കടിച്ചു വലിക്കാൻ. അതെ. പാല് കുടിക്കാനായിട്ടേ. എടാ അവനടിവില്ല. ഇതാ ചാടാൻ നോക്കുന്നുണ്ടോ? അങ്ങനെ ഇപ്പം അപ്പനും അമ്മയും കൊച്ചു പിള്ളേരെയൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞോ? എന്നാ കൊണ്ട് വെക്ക്. ആൾക്കുട്ടി ചേട്ടായിനെ കാണിക്കോ കേട്ടോ. CCTV വഴി ഉറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞിനെ എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട്. കണ്ണടച്ചു വെച്ചോ? കണ്ണ് തുറന്നു വരും. ഇങ്ങനെ വെച്ചാ അവൻ അടച്ചു വെക്കും. കണ്ടോ? ഇതെന്താ കൊച്ച ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നേ? അയ്യോ പാവം. എന്റെ പൊന്നേ. മേല് നോവരുത്. കയ്യേല് കാലിലൊക്കെ പിടിക്കുമ്പോ സൂക്ഷിച്ച് പിടിക്കണം കേട്ടോ. അല്ലേല് കൈയും കാലും ഒക്കെ കുഞ്ഞല്ലേ, ഇതൊരു ഒടിഞ്ഞു പോവും. അങ്ങനെ പയ്യെ പിടിക്കണം. കണ്ടോ ചിന്ന കണ്ടോ? മാളു ചേച്ചി എന്നെ ഇഷ്ടമാണോന്ന് ചോദിക്കു കൊച്ചേ. ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാ. മീസയൊക്കെ ഉണ്ട്. മീസ, കണ്ണ, മൂക്ക്, നഖം. ഏത് ജീവിയാണെങ്കിലും നമുക്ക് കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഇപ്പം ആട്ടുംകുഞ്ഞാണെങ്കിലും പൂച്ചക്കുഞ്ഞുങ്ങളാണേലും മൊയലും കുഞ്ഞുങ്ങളാണേലും പട്ടിക്കുഞ്ഞുങ്ങളാണേലും എല്ലാം കുഞ്ഞുങ്ങളെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. മാളുവിന് പണ്ട് തൊട്ടേ പിന്നെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. മൊയലും കുഞ്ഞ്, ആട്ടും കുഞ്ഞ്. ചേട്ടായി ഉണ്ടായിരുന്ന അടുത്ത് മടിയിലൊക്കെ വെച്ചൊന്ന് കൊഞ്ചിച്ചേനെ. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. എത്ര നേരം മണിക്കൂറുകൾ വേണേലും ഇരുന്നു. കൈയൊക്കെ ഇട്ടേക്കുന്നുണ്ടോ? കൈ വെച്ചേക്കുന്നുണ്ടോ? എന്റെ കയ്യിലോട്ട് തളർത്തി. കൈയുടെയൊക്കെ രോമമൊക്കെ കളർ മാറാൻ തുടങ്ങി. കുന്നക്കയ്യാലെ ഇനി അമ്മയുടെ കളറാകും. കാണിച്ചു. അവരുടെ അച്ഛൻ്റെയും കളർ നല്ല കളറാ അല്ലേ? ഒരു ചെമ്പൻ കളറല്ലേ. അച്ഛൻ സിനിമയിലൊക്കെ അഭിനയിച്ചതാ കേട്ടോ. അന്നേരം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ട് സന്തോഷിക്കുക. ഞങ്ങൾക്ക് സന്തോഷമാണ് വളരെയധികം. പിന്നെ നമ്മുടെ കുട്ടേട്ടനുണ്ടല്ലോ പുറത്തോട്ട് നടന്ന് പണികളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നു. വലിയൊരു മഴ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ പെയിൻറ്റിങ് പറയാനുള്ളൂ.
എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പുറത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിച്ചാൽ. എന്റെ ദൈവമേ, ഇത്ര ഞാനൊന്ന് പറഞ്ഞു പേടിപ്പിച്ച ഒരു പാട്. ഇച്ചിരി ശ്വാസം മുട്ടൽ പോലുള്ളൂ കേട്ടോ. എന്നാന്ന് ചോദിച്ചാണ്ടല്ലോ, ഇച്ചിരി പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് നിന്ന് ഓടി വന്ന് എനിക്ക് എടുത്താണ്. അതെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അതെ, ടാറ്റാ.